ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നീത് വ്ളോഗ്സ്. ഇറ്റ്സ് മീ നീതു പ്രവീൺ. അപ്പം നമ്മൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഇന്ന് കോറ ടർമറിക് മാസ്ക് ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ വന്നത്. ഫേസ് മാസ്ക്. ഇതൊരു സെലിബ്രിറ്റി ടാൻ റിമൂവൽ മാസ്ക് അല്ലെങ്കിൽ സ്ക്രബ് എന്നൊക്കെ പറയാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരു ഐറ്റം ആണ്. അപ്പം ഇതൊരു ബോളിവുഡ് ആക്ടർ അവനീത് കപൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഫേമസ് ആക്കിയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. നല്ല രീതിയിൽ വൈറലായി പോയിക്കൊണ്ടിരുന്നതാണ്. യൂസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് കേട്ടോ. അത്രയ്ക്ക് ഹൈപ്പുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ട് കോറ ടർമറിക് ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഫേസ് പാക്ക്, സ്ക്രബ് അങ്ങനെയൊക്കെ പറയേ. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ടർമറിക് ഇല്ലേ, മഞ്ഞൾ, അത് നല്ല രീതിയിൽ ഒരു പാത്രത്തിലിട്ടിട്ട് കരിച്ച് മുരിച്ചെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നല്ല കിടില റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. കുറച്ച് അടി കട്ടിയുള്ള ഒരു പാത്രമാണ്, ഇരുമ്പിൻ്റെ ഒരു പാത്രമായിരുന്നു കേട്ടോ. അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള നാടൻ മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞളൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് നല്ല രീതിയിൽ ഫ്ലെയിം നല്ല രീതിയിൽ കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ ബേൺ ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റിൽ തന്നെ ഇത്രയും കരിഞ്ഞ് കിട്ടും കേട്ടോ. ഇത്രയും കരിഞ്ഞാൽ മതിയേ. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് കോഫി പൗഡറാണ്. അപ്പം ഞാൻ കോഫി പൗഡർ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹണിയാണ് വേണ്ടത്, അതും ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇത്രയും മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് കേർഡ് എടുക്കാം കേട്ടോ. അപ്പോൾ കേർഡ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂണാണ് കേട്ടോ കേർഡ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് തിക്കായിട്ട് വേണം. നമ്മളിതൊരു സ്ക്രബായിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല തിക്കായിട്ടിരിക്കണം കേട്ടോ, വാട്ടർ ആയിരിക്കാൻ പാടില്ലേ. അപ്പോൾ ഞാനിതെൻ്റെ ഫേസിലും പിന്നെ ഒരു ഹാൻഡിലും ഒരു കയ്യിലുമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല സെറ്റ് ആക്കിയിട്ട് ഒരു 20 മിനിറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആവാനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ്ട് എൻ്റെ ഫേസും കൈയൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം കയ്യിൽ നനച്ചിട്ട് ഫേസ് ഫുള്ളായിട്ട് വെള്ളം തൊട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫേസും കൈയും നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ആയിട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെല്ലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. വീഡിയോ കുറച്ച് സ്പീഡിലാണ്, അപ്പോൾ നല്ല സ്പീഡിൽ ചെയ്യുന്ന പോലെ തോന്നും. പക്ഷെ നമ്മുടെ ഫേസാണ്, അപ്പോൾ മെല്ലെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഈ സാധനം റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ടാനൊക്കെ ഒന്ന് നല്ല രീതിയിൽ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ ടാനൊക്കെ. എന്നിട്ട് പിന്നെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഫേസിലും നല്ല രീതിയിൽ മാറ്റമുണ്ട്. എനിക്കിത് പേഴ്സണലി കൈയിനെക്കാളിലും ഫേസിലാണ് നല്ല രീതിയിൽ മാറ്റം തോന്നിയത് കേട്ടോ. നേരിട്ട് കാണാനായിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ കൈയാണ് കുറച്ചുകൂടി ബ്രൈറ്റായിട്ട് തോന്നുന്നത്. ഇതിപ്പോൾ ഞാൻ കൈയും ഫേസൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടുള്ള ഒരു വ്യത്യാസമാണ് കേട്ടോ. ഒറ്റ കയ്യിൽ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മറ്റേ കൈ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ കൂടുതൽ എഫക്റ്റ് അല്ലെങ്കിൽ കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നത് എൻ്റെ മറ്റേ കൈയാണ്, ഞാൻ യൂസ് ചെയ്യാത്ത കൈയാണ്. പക്ഷെ അത് അങ്ങനെയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മഞ്ഞളാണല്ലോ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയത് മഞ്ഞ കളറിൽ, അതായത് യെല്ലോയിഷ് കളർ ഉണ്ട് കേട്ടോ. എൻ്റെ കൈയും ഫേസും ഒക്കെ നല്ല രീതിയിൽ മഞ്ഞ നിറം ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് അത്രയ്ക്ക് വ്യത്യാസം അറിയാൻ പറ്റാത്തത്. പക്ഷേ എനിക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫേസിലുണ്ടാകുന്ന ടാനൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ മാറിപ്പോയിട്ടുണ്ട്. മാത്രമല്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ സ്കിന്നൊക്കെ. വീണ്ടും പറയാണ്, വീഡിയോയിൽ അത്ര ക്ലിയർ ഇല്ല. 2 കൈയും തമ്മിൽ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് നേരിട്ട് കാണാൻ ഏറ്റവും കൂടുതൽ വ്യത്യാസം തോന്നിയത് ഞാൻ ആ പാക്ക് അപ്ലൈ ചെയ്ത ആ ഒരു കൈ തന്നെയാണ് കേട്ടോ, മറ്റേ കൈ അല്ല. പക്ഷേങ്കിൽ ഒരു പ്രശ്നം പറഞ്ഞത് ഈ ഒരു മഞ്ഞ നിറം ഉണ്ട്, 2 കയ്യിലും ഉണ്ട്, അതുപോലെ ഫേസിലും നല്ല രീതിയിൽ മഞ്ഞ നിറം ഉണ്ടായിരുന്നു കേട്ടോ.
ബട്ട് ഇത് വർക്കിംഗ് ആണ് ഗൈസ്. നമുക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ടാനൊക്കെ അടിച്ചിട്ട് വരികയാണെന്ന് വെച്ചാൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ബ്രൈറ്റ്നസ് കിട്ടുമായിരിക്കും എന്നല്ല കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.